ഇത് ഉദ്ഘാടനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലിജിയോടൊക്കെ താങ്ക്സ് പറയുന്നു. പിന്നെ ഇത് ലിജിയുടെ അമ്മയുടെ കാലം തൊട്ട് എനിക്ക് ക്ലിനിക്കുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ലിജിയുടെ ഇവിടുത്തെ ഓരോ ഇതിലും വരുന്ന പേഷ്യൻസ് ഒട്ടുമുക്കതും അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാനും വരും. അപ്പൊ ലിജി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാരണം ലിജി അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റിയല്ലേ, കൈ പോകുന്നുണ്ട്, കാലം എല്ലാം ലിജിയുടെ എഫർട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ കൂടെ നിന്നിരുന്ന എന്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അമ്മിണി എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തേക്ക് സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിട്ട് കാരണം ഒട്ടും നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ 3 months കഴിഞ്ഞ് പുള്ളിക്കാരത്തെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് ലിജിയുടെയും ടീമിന്റെയും മിടുക്കാണ്. ഇപ്പൊ അമ്മിണിയായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാം പറയും, ഡോക്ടർ ലിജി ഒരുപാട് എഫേർട്ട് എടുത്താ എല്ലാം നടക്കുന്നത്, ശരിക്കും നല്ല കഷ്ടപ്പാടുണ്ട്, ലിജിയുടെ ഈ കഴിവുകൊണ്ടാണ് ഞാൻ ഇത്രയായത്. അപ്പൊ ഇപ്പൊ പുള്ളിക്കാരത്തെ ഒരു പൂർണ്ണ വിശ്വാസ പഴയ പോലെ തന്നെ ആക്റ്റീവ് ആണ്. നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഇത് ഇവിടെ മാത്രമല്ല ഒതുങ്ങാതെ എല്ലാ ഏരിയയിലോട്ട് ഇത് വ്യാപിച്ച് ലിജിയുടെ എല്ലാ കഴിവുകളും എല്ലാവർക്കും എക്സ്പാൻഡ് ചെയ്യട്ടെ ലിജിയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിലനിൽക്കുന്നു. ഈ വേദിയിൽ ആശംസാ പ്രസംഗത്തിനായി ഞാൻ മിസ്റ്റർ സണ്ണി ജേക്കബിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഡോക്ടേഴ്സായി, മാതാപിതാക്കളായി, സഹോദരീ സഹോദരങ്ങളായി എല്ലാവർക്കും എൻ്റെ ഓണാശംസകളും പ്രഭാത വന്ദനം. ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഓർക്കുന്നു. അന്ന് അവളോട് പറഞ്ഞു കൊടുത്ത് മോളെ ഒരു കുഴപ്പം ഒരിക്കലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. നന്നായി വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും റിക്വസ്റ്റ് ചെയ്യുന്നു. വ്യവസ്ഥാപിതമായ വ്യായാമത്തിൽ കൂടി ശാരീരിക ബലഹീനതയ്ക്കും മാനസിക ബലഹീനതയ്ക്കും പരിഹാരം കണ്ടെത്തുക എന്നതാണ്. അതിൽ കൂടുതലായിട്ട് അങ്ങോട്ട് എന്തെങ്കിലും ഫിസിയോതെറാപ്പിയെ പറ്റി പറയുവാൻ എനിക്ക് വലിയ ജ്ഞാനം ഇല്ല. മനുഷ്യന്റെ ബലഹീനത, മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ അബ്സല്യൂട്ട്ലി 100% ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളത് സാധ്യം അല്ല. ഡോക്ടറിൽ വിശ്വാസമില്ലെങ്കിൽ ഡോക്ടറെ ചികിത്സ ഒരു കാരണവശാലും നടക്കത്തില്ല. വിശ്വാസമില്ലാത്തൊരു ഡോക്ടറുടെ അടുത്ത് പോയി എന്ത് മരുന്ന് തന്നെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. അപ്പോൾ അവരുടെ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്നത് നമ്മൾ കേവലം ഒരു ശാരീരികമായി അവർ വ്യായാമം ചെയ്ത് ശാരീരികമായ സൗഖ്യം അല്ലെങ്കിൽ ശാരീരിക ബലഹീനതകളെ മാറ്റിത്തരുന്നു എന്നതിനപ്പുറത്തേക്ക് മാനസികമായ ഉയർച്ചയ്ക്കും ആത്മീയമായ ഉയർച്ചയ്ക്കും കാരണമായി തീരട്ടെ. അങ്ങനെ ഒരു അർപ്പണബോധത്തോടുകൂടി ഇവർക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സണ്ണി അങ്കിൾ. അടുത്തതായി നമുക്ക് ബാബു അങ്കിളെ ക്ഷണിക്കാം. ദൈവത്തിന് മഹത്വം. വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ഇപ്പോൾ ഇതൊരു ബിലേറ്റഡ് ആണ് എങ്കിലും ഈ സുദിനം ഈ നിലയിൽ ആഘോഷിപ്പാൻ ഈ ആലയത്തിന്റെ തണലിൽ ദൈവം നമുക്ക് അവസരം തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരാഴ്ച ഇവിടെ വന്നൊരു ഫിസിയോതെറാപ്പി ചെയ്ത സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളെ ഓർപ്പിക്കുക. ഞാൻ എന്റെ വൈഫ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങളാണ് വളരെ ചുരുക്കമായിട്ട് കൃത്യമായ രീതിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെ പുറത്തൊരു ബോർഡിലുണ്ട്, മാരിയ ഫിസിയോതെറാപ്പി ക്ലിനിക്ക്. അപ്പം അകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ എന്ന് വെച്ചാൽ ഈ ഫിസിയോതെറാപ്പി ശാരീരിക, അതായത് ശരീരത്തിന്റെ ബാഹ്യപരമായിട്ടുള്ള ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു അർത്ഥം ഡിക്ഷണറിയിൽ നോക്കിയപ്പോൾ മനസ്സിലായത് ഇങ്ങനെയാണ്, പ്രകൃതി ചികിത്സ എന്നാണ്. പണ്ട് മുതലേ പ്രകൃതി ചികിത്സയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മോഡേൺ വേൾഡ് വന്നപ്പോൾ ഈ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ട് അത് യാന്ത്രികമായിട്ട് നമുക്ക് ശരീരത്തിൽ തരുന്ന ഒരു ശുശ്രൂഷയാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല, എനിക്ക് തോന്നി എന്നെ കറണ്ടടിപ്പിക്കുകയാണ്. കാരണം കറണ്ടടിപ്പിക്കുന്ന പോലുള്ള വിറയല് എന്തൊക്കെയോ വെച്ച് ഉരുട്ടി എന്റെ മസിൽസ് ഒക്കെ ഇളക്കുന്നു, ചൂട് വെക്കുന്നു, എക്സർസൈസ് ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതൊക്കെ ഇപ്പൊ യാന്ത്രിക നിലയിൽ ഇത് ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം ലഭിച്ച മക്കളാണ് ഇത് നടത്തുന്നത്. അത് അന്നത്തെ നമ്മുടെ ആ ചികിത്സയേക്കാൾ ഇന്നത് വളരെ പ്രയോജനകരമാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് സാധിച്ചത്.
ഇന്നത്തെ നമ്മുടെ വിഷയം ഹാപ്പി ഏജിംഗ്. എന്താണ് വാർദ്ധക്യം, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എടുക്കേണ്ട മുൻകരുതലുകൾ, ചെയ്യേണ്ട എക്സസൈസ് തുടങ്ങിയവ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഡോക്ടർ ലിറ്റി മാം, ഡോക്ടർ ശരണ്യ, ഡോക്ടർ ശ്രീധര എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. കണക്ട് ചെയ്ത് ഒരു ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ തെരഞ്ഞെടുത്തത്. ശരിക്കും സെപ്റ്റംബർ 8 നടത്തേണ്ട പ്രോഗ്രാം പല പല കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ നീക്കി വെച്ചു. ഓക്കെ, അപ്പം ഈ സെപ്റ്റംബർ 8 എന്ന് പറയുന്ന ദിവസം എല്ലാ വർഷവും ഞങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അത് സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ എല്ലാ വർഷവും ഓരോ തീമും ഉണ്ടായിരിക്കും. ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ഹാപ്പി ഏജിങ്, അതായത് സന്തോഷമായി വാർദ്ധക്യം എങ്ങനെ കൊണ്ടുപോകാം എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു എബോവ് 60 കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം ഏജിങ് അല്ലെങ്കിൽ വയസ്സാകുക എന്നത് നാച്ചുറൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലെ ആവേണ്ടവരാണ്. അതുപോലെ നിങ്ങളൊക്കെ ഏകദേശം ഏജിങ്ങിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഏജിങ് പ്രോസസ്സിൽ എത്രമാത്രം ഫിസിയോതെറാപ്പിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഹെൽത്തി ഏജിങ് അല്ലെങ്കിൽ ആരോഗ്യകരമായ വയോധികർ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വയസ്സായിട്ടും ശരീര സൗഖ്യവും മാനസിക ആരോഗ്യവും സാമൂഹിക പങ്കാളിത്തവും നിലനിർത്തുന്നതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. എല്ലാവർക്കും എബോവ് 60 കഴിഞ്ഞാലും ശരീര സൗഖ്യം ചിന്തിച്ചു നോക്കി. എബോവ് 60 കഴിഞ്ഞ ചിലരെ നിങ്ങൾ നോക്കിയാൽ എല്ലാവർക്കും അവിടെ വേദന, ഇവിടെ വേദന, എനിക്ക് ക്ഷീണമാണ്, ഞാൻ എങ്ങോട്ട് പോകില്ല എന്ന് വിചാരിച്ച് കഴിയുന്നവരാണ് കൂടുതലും കാണുന്നത്. നേരെ മുമ്പിലോട്ട് നോക്കിയാൽ അതിനപ്പുറമായി എനിക്കൊന്നും ആയിട്ടില്ല, സ്റ്റിൽ ദർ ഇസ് ടൈം, എനിക്ക് സമയമുണ്ട് എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തികളുണ്ട്. മാനസിക ആരോഗ്യം തന്ന നന്മകളെ, ദൈവം തന്ന നന്മകളെ അതിനെ പോസിറ്റീവായി ചിന്തിച്ച് മനസ്സിന് ശക്തി കൊടുത്ത് ജീവിക്കുന്നവരുമുണ്ട്. മൂന്നാമത് സാമൂഹിക പങ്കാളിത്തം. ഓക്കെ, നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ശരിക്കും വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ലൈഫിനെ അല്ലെങ്കിൽ ഈ സമയത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുക, എല്ലാവരുമായി ഇടപെടുക, അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ സാമൂഹിക പങ്കാളിത്തം എന്ന് പറയുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ടു അവർ ബോഡി ഡ്യൂറിങ് ഏജിങ്? നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്നാ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ അഭിപ്രായം പറയാം. പ്രായമാകുമ്പോൾ നമുക്കൊക്കെ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുന്നതെന്ന് പറയാം. അതിന് ബെസ്റ്റ് പേഴ്സൺ എനിക്ക് തോന്നുന്നു ഇവിടെ ശാന്താന്റി ഇരിപ്പുണ്ട്. ശാന്താന്റിക്ക് പറയാം. പ്രായമാകുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ബലം കുറയുന്നല്ലാതെ മനസ്സിന് ബലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആന്റി എന്താ വർക്ക് ചെയ്യുന്നുള്ള പറഞ്ഞത് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു 30 വർഷം കോളേജ് അധ്യാപികയായിട്ട് ജോലി നോക്കിയതാണ്. എല്ലാ വർഷവും 15-നും ഒരു 20-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുമായിട്ടായിരുന്നു സംസർഗം. അതിനാലായിരിക്കും അവരുടെ എനർജി എങ്കിലും കയറിയതായിരിക്കാം. എനിക്ക് കഴിഞ്ഞ ജനുവരി മാസത്തിലൊരു മുട്ടുവേദന വന്നു. അപ്പം 2-3 ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സർജറി സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ ഒരാള് തെറാപ്പിയോട് സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഞാൻ ഇവിടെ വന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ച ചെയ്തു. അത് കഴിഞ്ഞ് ട്വൈസ് ഇൻ എ വീക്ക് ചെയ്ത് എനിക്ക് വളരെ ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം ഒരു 20 മണിക്കൂർ ഇരുന്ന് US വരെ പോയിട്ട് വന്നു. കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇവിടത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഓറിയന്റഡ് ആണ്. പേഷ്യന്റിനെ എങ്ങനെ സുഖവും കിട്ടും എന്നുള്ളതാണ് ഇവരുടെ ഓരോരുത്തരുടെയും ചിന്ത. പേഷ്യന്റിന് എങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ എക്സസൈസ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ലിറ്റിയുമായിട്ട് പരിചയപ്പെട്ടു. ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ് ഇപ്പോഴ്. പിന്നെ നാൾക്ക് നാൾ ഈ സ്ഥാപനത്തിന് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്.